എന്ത് ധൃതി? നീ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് നീ എവിടെയാ ഓടുന്നത്? പൊന്നാട് മുസ്ലിം ജമാഅത്തിൽ നിന്നോ മണ്ണഞ്ചേരി കിഴക്കോ പടിഞ്ഞാറോ ഏത് പള്ളിയിൽ നിന്ന് പാപ്പാളിയിലോ എവിടെ നീ നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചാടി ഇറങ്ങി ഓടുമ്പോ നീ മനസ്സിലാക്കണം, ഇതേ പള്ളിയുടെ കത്തലത്തിൽ ജുമുഅ പള്ളിയിൽ കൊണ്ടുവന്ന് എന്റെ ജനാസ കൊണ്ടുവന്ന് അടക്കി കൊണ്ടുവന്ന് വെക്കേണ്ട ഒരവസ്ഥ, അവസാന പള്ളിയിൽ ഉസ്താദ് പറഞ്ഞിട്ട് പറയാൻ എടുത്തോണ്ട് കൊയ്ക്കോ എന്ന് പറയുന്ന ഒരവസ്ഥ വരെ എനിക്ക് ഉണ്ടാകും അടുത്ത സെക്കൻഡിൽ എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ നീ എവിടേക്ക് ചാടി ഓടും? കാരണം കഴിഞ്ഞ് ഓട്ടാൻ എങ്ങോട്ടാ ഓടുന്നത്? എവിടെയാ നീ ഓടുന്നത്? ഇവിടേക്ക് തന്നെയാ നിന്റെ ഓട്ടം. അത് നീ മനസ്സിലാക്കണം. എവിടേക്കാ നീ ഓടുന്നത്? ഇതേ സ്ഥലത്തേക്ക് നീ വരാനുള്ളതാണ്. അന്ന് നിനക്ക് ഒന്ന് ഓടാനോ ഒന്ന് അനങ്ങാനോ ഉള്ള ശേഷി നിനക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ ആ ഒരു ബോധം നിനക്കുണ്ടാവട്ടെ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അവിടെ ഇരുന്ന സുബ്ഹാനല്ലാഹ് ചെല്ലുന്നത് കൊണ്ടെന്താ പ്രശ്നം? അൽഹംദുലില്ലാഹ് ചെല്ലുന്നത് കൊണ്ട് എന്താ നിനക്ക് വിഷയം? അല്ലാഹു അക്ബർ പറയലുകൊണ്ട് നിനക്ക് എന്താ വിഷയം? നീ പടച്ചറബിനെ പുകഴ്ത്താൻ മറന്നുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഓടുകയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ നിനക്കെന്താ വിഷമം? എന്താ വിഷമം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, മാസലു ത്വരീഖ് ഇലല്ലാഹ്, നബിയേ നബിയേ അങ്ങയുടെ മരുമകനല്ലയോ ഞാൻ, അങ്ങന്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള്, എൻ്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള്, അവിടുത്തെ പ്രിയപ്പെട്ട മകളെയല്ലയോ ഫാത്തിമയല്ലയോ ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത്. എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത് മാസലു ത്വരീഖ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? ഏതെങ്കിലും കുറുക്ക് വഴിയുണ്ടോ, ഷോർട്ടായ വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് അലിയാര് തങ്ങളോട് പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയാ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അള്ളാഹുവിനെ സ്മരിക്കണേ. പൊക്കത്തിൽ ബാപ്പൂസിലിയാരടക്കമുള്ള ഏതൊക്കെ ഔലിയാക്കളുണ്ടോ മഹത്തുക്കളുണ്ടോ അവരൊക്കെ പടച്ചറബിലേക്ക് അടുത്തത് അള്ളാഹുവിനെ ഓർക്കലിലൂടെയാണ്, അവനെ ദിക്ർ ചെല്ലലിലൂടെയാണ്, നമസ്കാര ചിട്ടവെക്കലിലൂടെ, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടലിലൂടെ, സകാത്തുകൾ കൊടുത്തു വീട്ടലിലൂടെ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കലിലൂടെ, പാവങ്ങളെ സഹായിക്കലിലൂടെ, നിരാലംബർക്ക് അവലംബമാകലിലൂടെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കലിലൂടെ, ഏതൊക്കെ നന്മയുടെ മേഖലകളുണ്ടോ നാനാൻമുഖ മേഖല സുസ്ഥിരമാകുന്ന സേവനം അനുഷ്ഠിക്കലിലൂടെ അള്ളാഹുവിനെ രഹസ്യമായും പരസ്യമായും ദിക്ർ ചൊല്ലാതെ നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റൂല അലിയേ. അലിയാര് തങ്ങൾ റസൂലുള്ളാഹിയോട് വീണ്ടും ചോദിക്കുകയാണ്, നബിയേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ, എനിക്ക് മാത്രമായി ഖാസായി ഒരു ഇജാദത്ത് തരണം. നമ്മളൊക്കെ ഉസ്താദുമാരോട് ചോദിക്കാറുണ്ട്, ഉസ്താദേ എനിക്കൊരു ദിക്ർ. ഉസ്താദ് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക്. അലി റളിയല്ലാഹു തആല ചോദിച്ചു, എനിക്കൊരു ദിക്ർ താ. നബി ഏതാ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ അലിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരോടാ ഈ പറയുന്നത്? ആരോടാ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു. ചെറിയ ആളല്ല. എപ്പോഴും അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നിലകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ കോടിക്കണക്കിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കും. ഇവിടെ നമ്മളോട് പറയാം പള്ളിയിൽ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഇപ്പൊ ഒത്തിരിപ്പി 1000 എണ്ണം ചൊല്ലിയിട്ട് വന്നിരിക്കുക. ഇതാ കളി. ഒരൊറ്റ ദിക്ർ ചെല്ലത്തുമില്ല. ഹൈവാൻ പറയുന്നതൊക്കെ ചൊല്ലിയിട്ടുണ്ട് 30,000 പ്രാവശ്യം. പെണ്ണുങ്ങൾ ചിലർ വിളിക്കും, ഉസ്താദേ ഒരു ദിക്ർ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, എന്നാൽ ലാഹൗല ചൊല്ലിക്കോ. ലാഹൗല ഉസ്താദേ ഞാൻ എല്ലാ ദിവസവും 1313 ഡെയിലി ചെല്ലാറുണ്ട്. ഞാൻ പറഞ്ഞത് എന്നാ പിന്നെ ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാകില്ല. ചെല്ലുന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല, ചെല്ലാത്തതുകൊണ്ടായി കുഴപ്പമെന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നീ എത്ര ദിക്ർ ചെല്ലിയാലും അനുവാദം വാങ്ങി ചെല്ലുന്നതും അനുവാദം വാങ്ങാതെ ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സൽക്കർമ്മങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ഉസ്താദുമാരെ സമീപിക്കുമ്പോൾ അവർ പറയും, നീ നിന്റെ കുടുംബത്തിന് എൻ്റെ ഏറ്റവും അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ വിളിച്ചിട്ട് ഒന്ന് സൽക്കാരം നടത്ത്, ഭക്ഷണം കൊടുക്കുക, അതായിരിക്കും പറയുക. നമ്മളോർക്ക് എന്ത് ഇന്നലെയും കൂടി ഒരു സൽക്കാരം നടത്തിയിട്ടേ ഇപ്പോൾ വന്നത്, അപ്പോൾ ഉണ്ട് മൂപ്പര് ഇത് പറയുക, ഇയാളത്തൊന്നും പോയിട്ട് കാര്യമില്ല. പക്ഷെ അത് ചെയ്തു നോക്ക്, അപ്പോൾ ഉണ്ടാവും ഒരു ഫലം. കാരണം എന്താ? അനുവാദം വാങ്ങി ചെയ്യുന്നത് ഒന്ന്, അനുവാദം വാങ്ങാതെ നീ എത്ര ഹത്ത് ഓതിയാലും ആ ഒരു ഫൈദ കിട്ടൂല. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അലി റളിയല്ലാഹു തആല തിരിച്ചു ചോദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്ത് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. എന്തുകൊണ്ട്? സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത ദിക്റും ഇത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിൽ എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ്, അള്ളാഹുവിന്റെ ദറജ ഉയർത്തട്ടെ.
അദ്ദേഹത്തിൻ്റെ അടുക്കൽ മുരീദന്മാർ ചെല്ലും, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ സൂഫിയാക്കളാകുന്ന ആളുകൾ. അവർ ചെന്നിട്ട് അവർ പറയും, ഞങ്ങളെ നിങ്ങളുടെ മുരീദിൽ ഉൾപ്പെടുത്തും. അദ്ദേഹത്തെ എടുക്കൂല. തികച്ചും സാലിഹാണെന്ന് തോന്നി നല്ല നല്ല ദാക്കിരികളാകുന്ന ആളുകളോട് അവരോട് പറയും, 1,00,000 നീ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ. 1,00,000 ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, വെറുതെ വീട്ടി പൂർത്തിയാക്കിയിട്ട്. അതിനിടയിൽ നമസ്കാരം ഒഴിവാക്കാനല്ല, കൃത്യമായി നമസ്കാരം, ഇബാദത്ത്, കണിശമായ രീതിയിൽ ഇബാദത്ത്. അന്യസ്ത്രീകളുമായിട്ടുള്ള സങ്കലനങ്ങളില്ല. ഒരു കള്ള സൂഫിയോ കള്ള ജിന്നുമ്മയോ ഒന്നുമല്ല, അങ്ങനത്തെ ഒരു രീതിയുമല്ല. നല്ല തഖ്വയുള്ള വലിയ, അള്ളാഹുവിനെ യഥാർത്ഥമായി ഭയക്കുന്ന വലിയ. അവനാരാണെന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ശേഷം പറയും. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ് ഹസ്ബ മാ യുംകിൻ അൽ മുവാലിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. ആണ് വലിയ എന്ന് പറഞ്ഞാൽ. ഒക്കെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. സമയമുണ്ടോയെന്ന് അറിഞ്ഞില്ല ഇതൊക്കെ പറയുമ്പോൾ. ഇപ്പം തന്നെ സമയം പോയെന്ന് തോന്നുന്നു. 11 മണി വരെയല്ലേ നമുക്ക് സമയം അല്ലേ? കുറച്ച് നേരോട് പറയാം അല്ലേ? ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ. ബിസ്മില്ലാ. അത് കഴിഞ്ഞോണ്ട് നിർത്തുമൊന്നുമില്ല, കുറച്ച് നേരം പറയാൻ പറ്റും. പൊന്നാട് കുറേ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 6 കൊല്ലം മുമ്പ് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ മദ്രസയുടെ ഫ്രണ്ടിൽ ഒരു വാത് പറഞ്ഞാൽ മസ്താൻപള്ളിയിൽ ഉണ്ടാകുമ്പോൾ. ഇപ്പം കരുനാഗപ്പള്ളിയിൽ അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പൊന്നാട് വിളിച്ചപ്പോൾ കുറേ ആയല്ലോ, എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാം. കുറേ മൂമിനിയങ്ങളുണ്ട്. പണ്ട് നമ്മുടെ മസ്താനുപ്പാടൊരു പാട്ടുണ്ട്, മുഴുമുസ്ലിം മണ്ണഞ്ചേരി അതുപോലെ പൊന്നാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ പറയാൻ പറ്റത്തില്ല, മുഴുവൻ പറഞ്ഞാൽ അടി കിട്ടും. കാരണം വേറെ ചില സ്ഥലങ്ങളെ മൂപ്പർ ഇതാക്കുന്നുണ്ട്. മുഴുമുസ്ലിം മണ്ണഞ്ചേരി അതുപോലെ പൊന്നാട് ഒരു ബൈത്താണത്, മലയാളത്തിലുള്ളൊരു ബൈത്താണ്. അതിൻ്റെ ഫ്രണ്ട് അവസാനം പാടി ഇടി കിട്ടും. മനസ്സിലാകുന്നുണ്ട്. വേറെ ചില സ്ഥലങ്ങളെ ഇകഴ്ത്തലാണ്, അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ പാടില്ല. അന്നത്തെ സാഹചര്യമാണ്. അതിനകത്ത് പറയുന്നുണ്ട് മുഴുമുസ്ലിം മണ്ണഞ്ചേരി, മുസ്ലിമീങ്ങളുടെ ഒരു പോപ്പുലാരിറ്റിയാണത്. അതുപോലെ പൊന്നാട്. ഇന്ന് ഞാനിങ്ങോട്ട് വാങ്ങുന്നതിന് വരുമ്പോൾ എൻ്റെ വാപ്പയോട് സലി ഉസ്താദിനോട് ഇജാബയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്കറിയാം മണ്ണഞ്ചേരി കിഴക്ക് ജോലി ചെയ്തിട്ടുണ്ട്. അള്ളാഹുരുടെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ പാടി ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പൊന്നാടാണ് ഇന്ന് പാടും. അപ്പോൾ ഈ ബൈത്ത് എനിക്ക് മുഴുവനായിട്ട് പാടി. ഞാൻ പറയും ഇത് അതേപോലെ പാടി ഇടി ഉറപ്പാണ്. മനസ്സിലായി? അപ്പോൾ അപ്പം ഇരുന്ന് ചിരിച്ച്. സംഭവം ശരിയാണ്. എൻ്റെ ആദ്യത്തെ ഒരു വരി അവസാനത്തെ ഒരു വരി ഞാനിപ്പോൾ വിഴുങ്ങിയിട്ടുണ്ട്. അത് പാടിയാൽ വിഷയമാണ്. കാരണം ആ നാട്ടുകാരെ ഇകഴ്ത്തിയതായിട്ട് അവർക്ക് തോന്നും. അതുകൊണ്ടാണ്. അത് അന്നത്തെ സാഹചര്യത്തിൽ മൂപ്പര് പാടിയതാണ്. അന്ന് അങ്ങനെ ആയിരുന്നു ആ നാട്. ഇന്നത് മാറ്റം വന്നിട്ടുണ്ട്. അതിൽ പാടിയാണ് മുഴുമുസ്ലിം മണ്ണഞ്ചേരി അതുപോലെ പൊന്നാട് എന്ന് പറഞ്ഞാൽ പൊന്നാട് ഈമാന്റെ ആവേശത്തിൽ അങ്ങനെ തന്നെയാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇതാര് പാടിയതാണ്? അബ്ദുല്ലാഹിൽ മസ്താൻ. എവിടെ അടങ്ങിയിരിക്കുന്നത്? മസ്താൻ പള്ളിയിൽ അടങ്ങിയിരിക്കുന്നവർ. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അസ്അലുല്ലാഹ ലനാ വലഹുൽ ആഫിയ. അള്ളാഹു നമുക്കും അവർക്കും ആഫിയത്ത് നൽകട്ടെ. സൗഖ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണേ. അപ്പൊ അത്തരത്തിലുള്ളതാകുന്ന മഹനീയമായ ഒരു സദസ്സാണിത്. ചെറിയ നാടല്ല. അതുകൊണ്ട് ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നു, വേഗം കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഒന്ന് ഇൽമു പറഞ്ഞു തരാമെന്നുള്ള നിയ്യത്തിൽ അങ്ങനെ കൊടുത്തതാണ്. അൻസാർ സാഹിബ് വിളിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹു അത് കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർണ്ണിയതാക്കുമാറാവട്ടെ. ബക്കറ്റ് വരും ഇൻഷാ അല്ലാഹ്. ഇത് ഇല്ലേ ഹൗദിലെ വെള്ളം ബക്കറ്റ് ഒഴിച്ചുകൊണ്ട് വരും. വേഗം കൊണ്ടുവന്നോളി. ബക്കറ്റ് കൊണ്ടുവന്നോ, കുഴപ്പമില്ല. സദസ്സിന് അഭംഗിയാകാതെ ബുദ്ധിമുട്ടാക്കാതെ അങ്ങനെ കൊണ്ടുപോയാൽ മതി. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഒരു കവർ അവർ നൽകും ഇൻഷാ അല്ലാഹ്. നാളെ മജ്‌ലിസുന്നൂറാണ്. നല്ലൊരു തുക എല്ലാവരും അതിൽ നിയത്ത് ചെയ്തിട്ട് അതിൽ പേരെഴുതാം, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എഴുതാം. അങ്ങനെ തന്നെ കൊണ്ടുവരിക. അപ്പോൾ സദസ്സിൽ വായിച്ചിട്ട് ഇതായിരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. പലരും വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. ഇപ്പോഴും ഒറ്റയ്ക്ക് താമസിച്ച് വാടക കൊടുത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളുണ്ടാകും. വീട് ജപ്തിയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന, ബാങ്കിൽ ലോൺ അടയ്ക്കാൻ കഴിയാതെ നിലകൊള്ളുന്ന ആളുകളുണ്ടാകും. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാകും. ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ നമുക്ക് വരണം. ഭൗതിക രക്ഷ വരണം, ആത്മീയ രക്ഷയും വരണം, ആഖിബത്ത് നന്നാവണം. അത് നമ്മുടെ മർമ്മപ്രധാനമാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ബക്കറ്റിൽ 1 രൂപ ഇടുമ്പോഴും നമ്മുടെ നിയ്യത്തതായിരുന്നു, എൻ്റെ ആഖിബത്ത് നന്നാവണം. ഉസ്താദുമാരെ കാണുമ്പോൾ നമ്മൾ ദ്വാരപ്പിക്കും, എൻ്റെ അന്ത്യം നന്നാകണം ഉസ്താദുമാരൊക്കെ. ഇന്ന് നമ്മൾ അത് പറയാതെ പോവാൻ ഒരിക്കലും പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ അന്ത്യം വിജയിക്കണം. ചെറിയ കാര്യമല്ല അന്ത്യം വിജയിക്കുക എന്ന് പറയുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, നല്ല പ്രായം ചെന്ന വ്യക്തി. അദ്ദേഹം മരണാശയി വളരെയേറെ പ്രയാസപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമസ്കാരം ചിട്ട വെച്ചിട്ടില്ല. ജുമഅയ്ക്ക് പോലും പള്ളിയിൽ പോകില്ല. നിസ്സംഗതയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ അദ്ദേഹം കടയുടെ പിന്നാമ്പുറത്ത് പോയി ഒളിക്കും. അവസാനം അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ ശരിക്ക് കണ്ട് കുടുംബക്കാർ വരെ വേദനയോടുകൂടി പറഞ്ഞു,
ഭാര്യ അദ്ദേഹത്തോട് ഒരുപാട് ശകാരിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ. പക്ഷെ അദ്ദേഹം വാക്ക് വില കൊണ്ടില്ല. ശരീരം പങ്കിടാൻ പലപ്പോഴും അവരോട് പോകുമ്പോഴും അവർ വിസമ്മതിച്ചുകൊണ്ട് മാറി നിന്നിട്ട് പറയും നിങ്ങൾ നിസ്കാരം നിലനിർത്തി. എന്നിട്ട് പോലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അവസാനം ആഖിബത്ത് വളരെ മോശമായി. അലമുറയിട്ടുകൊണ്ട് കരയാണ്. ഒരു പോത്തിനെ അറക്കുമ്പോൾ പോത്ത് കടന്ന് കരയുന്ന ചില കരച്ചിലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അറക്കാൻ പിടിക്കുമ്പോൾ ആർത്ത നാദം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ കടന്നുകൊണ്ട് വല്ലാത്തൊരു കരച്ചിൽ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, നമസ്കാരം ചിട്ടവെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാളത്തെ ആ കവറിൽ നിങ്ങളെല്ലാവരും കവറിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ സദസ്സിലേക്ക് നല്ലൊരു തുക സംഭാവന, നമ്മുടെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് എനിക്ക് ഹൈറായ നിലയ്ക്ക് ആഖിബത്ത് നന്നാവണം, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണം എന്ന നിലയിൽ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചെറുതല്ല. ബാപ്പു മുസ്ലിയാർ കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ 1 ലക്ഷം ചൊല്ലിക്കോ. 1 ലക്ഷം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും പറയും ഇവിടം വരെ എത്തിച്ചിട്ട് അസ്സലാമു അലൈക്കും. എല്ലായിടത്തും പോയിക്കോ. ബിസ്മില്ലാ. എല്ലാവരും കയ്യിലുള്ളത് നല്ല റാഹത്തായിട്ട് 500 1000 ഒക്കെ വെച്ച് ചെറിയ തോന്നി. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. നാമീം പറയുന്നവരൊക്കെ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഈ സദഖകൾ ഏതൊക്കെ നിയ്യത്ത് കൊണ്ടാണ് ഞങ്ങൾ നൽകുന്നത്, ഈ സദഖകളെ പരിപൂർണമായി നീ കബൂലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ റബ്ബേ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ 3 ലക്ഷത്തോളം ദിക്റുകൾ കൊടുക്കുമായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 അങ്ങോട്ട് ഹാല് മറിയും. ഹാലങ്ങ് മാറി അള്ളാന്നിലേക്ക് ചിന്ത വരുവാണ്. അങ്ങനെ എത്തിയ വ്യക്തികളെയാണ് അവർ തിരഞ്ഞെടുക്കുക. നമ്മളൊന്നും ചെന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ആളുകൾ നൽകൂല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തികച്ച് ഒരു ദിവസം 10 ചെല്ലാത്ത ഖൗമാണ്. 10 സ്വലാത്ത് എല്ലാം മടിയുള്ള സമൂഹം. എന്തിനേറെ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ചെല്ലാൻ മടിയുള്ള സമൂഹം. നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ എടുക്കാൻ മടിയുള്ള സമൂഹം. സുബഹിയുടെ സുന്നത്ത് ഒഴിവാക്കി ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തിനെ നഷ്ടപ്പെടുത്തുന്ന സമൂഹം. സ്വന്തം കുടുംബങ്ങളോട് പോലും മാന്യമായ രീതിയിൽ പെരുമാറാത്ത സമൂഹം. സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി എറിയുന്ന സമൂഹം. പഠിക്കാൻ പോകുന്നത് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ശരീരത്തിൻ്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ എന്ന ലക്ഷ്യത്തിൽ സ്കൂളിലേക്ക്, കലാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുള്ള സമൂഹം. എന്തിനേറെ ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ പോലും ഖളാ ആക്കി ശീലിക്കുന്നതായ സമൂഹം. നിസ്കാരത്തെ വിലവെക്കാതെ നിസ്കാരത്തെ നിസ്സംഗതയോടുകൂടി കാണുന്ന സമൂഹം. നിസ്കാരം ഒരു ലാഘവത്തോടുകൂടി കാണുന്ന സമൂഹം. നിസ്കരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല എന്ന കോലത്തിലേക്ക് സമൂഹം പോവാൻ. ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിൽ അതാണ് നിസ്കാരത്തെക്കാൾ ഉത്തമമെന്ന് കരുതുന്ന സമൂഹം. ഉറക്കത്തേക്കാൾ മഹത്തര നമസ്കാരമാണെന്ന് സുബഹിക്ക് വിളിച്ചുണ്ടായിട്ടും പള്ളിയിലേക്കോ വീട്ടിൽ തന്നെയോ നമസ്കാരം ശീലം വെക്കാത്തതായ സഹോദര സഹോദരിമാരുള്ള കാലഘട്ടം. ഇതല്ലേ അവസ്ഥ. പിന്നെ എങ്ങനെ നമ്മൾ വിലായത്തിലേക്ക്, പിന്നെ നമുക്ക് എങ്ങനെ തിരിയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, എങ്ങനെ തിരിയും മഹത്തുക്കളെ? നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഒരുപാട് പിറകിലാണ്. ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും തുടങ്ങി വെക്കേണ്ടതുണ്ട്. കാരണം വല്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറയീൻ, അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. നീ കാത്തിരക്ഷിക്കണേ അല്ലാ. നീ കാത്തിരക്ഷിക്കണേ അല്ലാ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ, ഇല്ലാ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമി ലോകത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഥവാ അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ്. പടച്ചറബിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന സമൂഹം കുറവാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവർ കുറവാണ്. പടച്ചറബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ്. അതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഈമാൻ കുറയുന്ന കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹ് എന്ന് പറയുന്നവരെ കാലഘട്ടം കാണാതെ ഈ ലോകം കടന്നു വരുമേ, കടന്നു വരുമേ. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്, ഈ ലോകത്തിന്റെ അവസാനമാണ്. അതുകൊണ്ടല്ലേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്നെ നിത്യമാക്കിയിരുന്ന റാത്തീബിൽ നമ്മൾ എപ്പോഴും ചൊല്ലാറുള്ളയോ, അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്യന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറബിന്റെ നാമം നീ ഉച്ചരിക്കാതെ നിലകൊള്ളുമ്പോൾ, നീ പഠിച്ചു വെക്കേണ്ട പാഠം, നിന്റെ മനസ്സിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത എടുത്തു പോകുമ്പോ, നീ നമസ്കരിക്കാതിരിക്കുമ്പോ, നീ റമദാനിൽ നോമ്പ് പിടിക്കാതിരിക്കുമ്പോ, നീ സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോ, നിന്റെ നാവിലൂടെ കള്ള് നീ ഹൃദയത്തിലൂടെ നിന്റെ വയറ്റിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുമ്പോ, നീ സിഗരറ്റ് നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നീ വീടി വലിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ, നീ അന്യപ്പെണ്ണമായി ചുംബനത്തിൽ ഏർപ്പെടുമ്പോ, അന്യപ്പെണ്ണമായി കണ്ണിലൂടെ കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ IMIയിലൂടെ ചാറ്റിംഗ് നടത്തുമ്പോ, വാട്സാപ്പിലൂടെ അന്യപ്പെണ്ണുമായിട്ട് കൈകൊണ്ട് നീ ചാറ്റിംഗിൽ ഏർപ്പെടുമ്പോ, നീ പഠിച്ചു വെക്കേണ്ട പാഠം, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വെക്കാത്ത ഒരു ലോകത്തിലേക്ക് നിന്റെ മനസ്സിതാ പോകുകയാണ്, പോകുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ, ലാ തഖൂമുസ്സാഅ, ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പൊക്കത്തിൽ ബാപ്പു മുസ്ലിയാരെ പറയാൻ നമുക്കെന്ത് അർഹതയാണ് സോദര, അവരെ ഓർക്കാൻ നമുക്കെന്ത് അർഹതയാണ്, അവരുടെ ചാരത്തൊന്ന് നിലകൊള്ളാൻ, മഹത്തുക്കളുടെ ചാരത്തൊന്ന് പോയി മഹ്ശറിൽ ഒരുമിക്കാൻ നമുക്ക് സാധിക്കുമോ, സാധിക്കുമോ? ഇല്ല, ഇല്ല. നിന്റെ ജീവിതത്തിൽ അമലില്ലാതെ, നീ നമസ്കാരം ചിട്ടവെക്കാതെ, നീ നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടാതെ, നീ സകാത്തുകൾ കൊടുത്തു വീട്ടാതെ, നീ പാപങ്ങളെ സഹായിക്കാതെ, നീ നിരാലംബർക്ക് അവലംബമാകാതെ, നീ നിരാശ്രയർക്ക് ആശ്രയത്വം സഹിക്കാതെ, പൊന്നാടിലുള്ള പാവപ്പെട്ടതായ വിധവകളാകുന്ന സഹോദരിമാർക്ക് അത്താണിയായി വർത്തിക്കാതെ, ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ പിന്നിൽ നീ നിലകൊള്ളാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിനക്കൊരിക്കലും അവരോടൊപ്പെത്താൻ സാധിക്കുകയില്ല. നീ നിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നവനാകണം, നീ നിന്റെ ഹൃദയം കൊണ്ട് പടച്ച റബ്ബിനെ സ്മരിക്കുന്നവനാകണം, അല്ലാതെ രക്ഷയില്ല, രക്ഷയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകർക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിതിട്ട് ദുആ ഇരക്കുകയാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ് വയുഅല്ലിമുഹുൽ കിതാബ്. പരിശുദ്ധമായ കഅബയെടുത്ത് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമായ കഅബ സ്വീകരിക്കണേ എന്ന് ദുആ ഇരുന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഈ മക്കയിൽ നിന്ന്, ഈ പരിശുദ്ധമായ ഖുറൈശി ഗോത്രത്തിൽ നിന്ന്, അവരിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ അവരിലേക്ക് പ്രവാചകനായി നീ നിയോഗിക്കണേ
അല്ലാ, നീ നിയോഗിക്കണേ അല്ലാ. എന്തിനു വേണ്ടിയാണ്? ലിയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. ആ പ്രവാചകൻ അവരിലേക്ക് കടന്നു ചെന്ന്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രവാചകൻ ആ സമൂഹത്തിലേക്ക്, അറബ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്ന് അവരെ തസ്കിയത്ത് നടത്തുമല്ലാ, അവരെ സംസ്കാരം പഠിപ്പിക്കുമല്ലാ, അവരെ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് അദ്ദേഹം കൊണ്ടുവരും. ലിയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. അവർക്ക് ഖുർആൻ ആര് പഠിപ്പിച്ചു കൊടുക്കും? അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ബിബിശാറതി സാ വബിദഅവതി ഇബ്രാഹിം. ഞാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിലല്ലയോ? അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയിലൂടെയാണ് ഞാൻ ഈ കടന്നു വന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. അപ്പൊ ആരുടെ ദുആണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി സ്വലാം ദുആ എന്താ? ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അയക്കണം, ഖുറൈശി ഗോത്രത്തിൽ നിന്ന് തന്നെ, അറബ് വംശത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് എന്തിന്? അവരിലേക്ക് തന്നെ ദീനീ പ്രബോധനവുമായി അദ്ദേഹം കടന്നു വരണം. അവർക്ക് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹം അവരെ സംസ്കാരം പഠിപ്പിക്കണം. അദ്ദേഹമാണ് സംസ്കാരിക്കുക, സംസ്കാരമുണ്ടാക്കുക. അല്ലാതെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥമല്ല. ആരാണ് സംസ്കാരം പഠിപ്പിക്കുക? അദ്ദേഹം പഠിപ്പിക്കും. അഥവാ മുത്തുനബി വേണം സംസ്കാരം പഠിപ്പിക്കാൻ. അങ്ങനെ മുത്തുനബി സംസ്കാരം പഠിപ്പിച്ചു. നബി മുഖേന ഹിദായത്ത് കിട്ടിയില്ല. ഇവിടെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയേ, തങ്ങളെ മുഖേന തീർച്ചയായും ജനങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങളെ മുഖേന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും. തങ്ങൾക്കതിന് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. തങ്ങൾക്കേ അതിന് സാധിക്കൂ. അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിൽ നാം ഈ ഖുർആനിനെ നൽകിയത്. ശ്രദ്ധിക്കണേ, ആർക്ക് കൊടുത്തു ഖുർആൻ? മുത്തുനബിയുടെ കയ്യിലേക്ക്. ജനങ്ങൾക്ക് കൊടുത്തില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ അതുകൊണ്ട് പിഴച്ചു പോകും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞത് അതാണ്, യുദല്ലു ബിഹി കസീറ. അധികം ആളുകൾ അതുകൊണ്ട് അവർ പിഴച്ചു പോകും. അവർ സ്വന്തമായി അർത്ഥം വെച്ചാൽ, അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ, സ്വന്തമായി പരിഭാഷപ്പെടുത്തിയാൽ. പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ല ദീൻ. മനസ്സിലാക്കണം. കേവലം കുറച്ച് പുസ്തകം വായിച്ചിട്ട് കവലപ്രസംഗം നടത്തുക, അതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഇങ്ങനെ കറങ്ങി വരണം. ആരിൽ നിന്ന്? മുത്തുനബിയിൽ നിന്ന്. മുത്തുനബിക്ക് അവിടുത്തെ സ്വഹാബത്തിലേക്ക് കിട്ടിയത്, സ്വഹാബത്ത് അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിഈങ്ങൾക്ക് കൊടുത്തത്, താബിഈങ്ങൾ അവരുടെ ശിഷ്യന്മാരാകുന്ന തബഉ താബിഈങ്ങൾക്ക് പകർന്നു കൊടുത്തത്, ശേഷം വന്ന ഇമാമുന ഷാഫി പോലെയുള്ള ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള, മാലിക് ഇമാമിനെ പോലെയുള്ള ഇമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുത്തത്, അവർ നമുക്ക് പഠിപ്പിച്ചതാകുന്ന മദ്ഹബിന്റെ ആശയം. ഇമാം നവവി തങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി അടക്കമുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ മദ്രസയിൽ ദീനീ ദറസുകളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നതായ ജ്ഞാനം, അതിനൊരു അടിസ്ഥാനമുണ്ട്. മനസ്സിലായിക്കോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ എവിടെ മുട്ടണം? എവിടെ ചെല്ലണം? നേരെ മണഞ്ചേരി ടൗണിലോ എവിടെ ചെല്ലണം? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണം. അതാണ് പരമ്പര, സിൽസില. അതാണ്. അങ്ങനെ എത്തുന്നില്ലയോ, അവൻ മുസ്ലിയാരല്ല. അവൻ പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട. ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ശറഹുൽ മുഹദ്ദബയിൽ, അഥവാ ബഹുമാനപ്പെട്ടവർ മജ്മൂ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ കൊണ്ടുവന്ന ഒരു വാക്യമുണ്ട്, അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബ്.
കിതാബിന്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ്. പിന്നെ എവിടുന്ന് നിങ്ങൾ ഇൽമിനെ പഠിക്കണം? ഉസ്താദുമാരുടെ വായകളിൽ നിന്ന്. അവരെങ്ങനെ അർത്ഥം വെച്ച് തരും, ഖുർആൻ അർത്ഥം വെച്ച് തരും. അത് നിങ്ങൾ പഠിച്ചെടുക്കണം. അതിന് നമ്മൾ എവിടെ പോകണം? സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം. ഇൽമ തേടെ സാലിഹീങ്ങളെ തേടിയെത്തണം. നമ്മുടെ മദ്രസയിൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അക്ഷരമാലകൾ, അതിന് വ്യത്യാസമില്ല, കൃത്യമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ദറസിൽ മുദരിസമാർ, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, മുദരിസമാർ എന്ത് മസലകൾ ചോദിച്ചാലും നമുക്ക് പകർന്നു നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമീങ്ങൾ നമുക്ക് ഇന്നുമുണ്ടല്ലോ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉറക്കെ പറയും, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഖത്തീബുമാരുണ്ട്, നല്ല രീതിയിൽ ഇൽമുള്ള ഖത്തീബുമാർ. അവർ നമുക്ക് പകർന്നു നൽകുന്ന ഖുർആനികമാകുന്ന ഇൽമ് അവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്. അവരുടെ ഉസ്താദുമാർക്ക് എവിടെ നിന്ന് കിട്ടി? അവരുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് അയിമ്മത്തുകളിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇമാമുന ശാഫി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹത്തുക്കളാകുന്ന ആലിമീങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി. ആ ഗ്രന്ഥം ക്രോഡീകരിക്കത്തക്ക ഇൽമ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബിഈങ്ങളിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടി. ആ ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? സ്വഹാബത്തിൽ നിന്ന് കിട്ടി. സ്വഹാബത്തിന് എവിടെ നിന്ന് കിട്ടി? മുത്തുനബിയിൽ നിന്ന് കിട്ടി. മുത്തുനബിക്ക് എവിടെ നിന്ന് കിട്ടി? അള്ളാഹു കൊടുത്ത ഇൽമിൽ നിന്ന്. ഇങ്ങനെ വരണം. അതാണ് പരമ്പര, സിൽസില. അതാണ്, ചെറിയ കാര്യമല്ല. ഈ ഹിദായത്ത് കിട്ടാനാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇതാണ്, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ യാചിക്കുന്നത്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ എന്താണ്? ഫാത്തിഹ എന്താ? ഹിദായത്ത് ചോദിക്കല്ലേ, വേറെ ഒന്നുമല്ല. ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തിൽ ഒരു ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ? ദുആ തുടങ്ങുന്നത് എവിടെയാണ്? എവിടെയാ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ദുആ. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറു തൻസീൽ വഅസ്റാറു തഅവീൽ മഹത്തായ തഫ്സീർ ബൈളാവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫാത്തിഹ സൂറത്തിന് ധാരാളം നാമങ്ങളുണ്ട്. അതിലൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹ. അതിലൊരു പേരാണ് സൂറത്തുൽ ഖുർആൻ. അതിലൊരു പേരാണ് സൂറത്തു ദുആ. പ്രാർത്ഥനയുടെ സൂക്തമാണ്, സൂക്തമാണ്. ഈ സൂറത്തിനൊരു പേരുണ്ട്. ഇതിന്റെ പേര് സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട്. ഏത് സൂറത്തിന്? ഫാത്തിഹ. ഫാത്തിഹ എന്ന് മനസ്സിലായി? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലോക്കലല്ല ഫാത്തിഹ. എല്ലാ രോഗങ്ങളും ശമനമാകും. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഫാത്തിഹ വിശദീകരിച്ചെടുത്തിട്ട് തന്നെ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഏത് ഹദീസ്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തമായ ഫാത്തിഹ ഇല്ലയോ, ആ ഫാത്തിഹ സൂറത്ത് ഓതിക്കോ സഹോദര, രോഗശമനമാണ്, ശമനമാണ്. മാരകമാകുന്ന ക്യാൻസർ രോഗമുണ്ടോ ഉസ്താദേ? വിഷമിക്കേണ്ട പെങ്ങളെ, ഫാത്തിഹ സൂറത്ത് ശമനമാണ്. ആരാണിത് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ. ഏതൊക്കെ രോഗമുണ്ടോ പരിപൂർണമായ ശമനം ഫാത്തിഹയിലുണ്ട് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. ഓതേണ്ടതുപോലെ ഓതണം, മനസ്സിലാക്കി ഓതണം, ഹൃദയത്തിൽ സാന്നിധ്യം അറിയിപ്പിച്ച് ഓതണം. ഇങ്ങനെ ഒരു കഴിവ് അതിനുണ്ട് എന്ന് മനസ്സിലാക്കി ഓതണം.